മോഡലോ 10 മോഡൽ 2010 മോഡൽ 1,50,000 ഇച്ചിരി കൂടുതലല്ലേ? കൂടുതലാണെങ്കിൽ കുറച്ച് കൊടുക്കും. 1.4 കൊടുക്കും. അതാണ് കേട്ടോ. അതായത് പിന്നെ പ്രത്യേകത്തിന്റെ കാര്യം ഇവന് 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20 ഓടിയിട്ടുള്ളൂ. അതാണ് ഇവന്റെ പ്രത്യേകത. ടയർ പോലും മാറിയിട്ടില്ല. പെട്രോൾ കമ്പനി വന്ന ടയർ പെട്രോൾ അല്ല VXI. അടിപൊളി. അതായത് വെറും 20,000 കിലോമീറ്റർ ഓടിയ 2017 മോഡല്. നമുക്ക് 460 ഞാൻ ചോദിക്കണേ. അത് കുറച്ച് കുറക്കാനെല്ലാം ഇരിക്കണേ, കുറച്ചിരിക്കും. അതെ, എന്നാലും ഏകദേശം നമുക്ക് ഒരു റേറ്റ് പറയാം. 4 രൂപ കണ്ടു കൊടുത്തേക്കാം. 4 രൂപയ്ക്ക്. ഈ 3.5 എന്തെങ്കിലും കുറയാനുണ്ടോ? അത് കുറക്കുമല്ലോ. ചോദിക്കേണ്ട കാര്യമുണ്ടോ അല്ലേ? ഓക്കെ, എല്ലാ വണ്ടിക്കും കുറച്ച് വരും. വിൽക്കുന്ന ഒരു മുതലിനോടുള്ള നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്. ഞാൻ എടുത്തു വെച്ച സാധനം പക്കയാണ്, അത് ഞാൻ കൊടുത്ത ഒന്നും വരില്ല എന്നുള്ള കോൺഫിഡൻസ് ആണ് അല്ലേ? ഓൾമോസ്റ്റ് ഒരു 50ലധികം വണ്ടികൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ KL47 യൂസ്ഡ് കാർസിൽ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇവിടുത്തെ ആദ്യത്തെ ഒരു എപ്പിസോഡ് ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കയറി കാണാത്തവരുണ്ട്, കണ്ടോളൂ. അതിനകത്ത് കുറച്ചധികം വലിയ വണ്ടികളും കുറച്ചധികം ചെറിയ വണ്ടികളും മാക്സിമം വില കുറച്ച് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓണം സ്പെഷ്യൽ വീഡിയോ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിലും എന്താ പറയുക, കുറയ്ക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റം വില കുറച്ചിട്ട് കുറച്ച് തരാം വന്നോളൂ എന്ന് പറയുന്ന ഒരു മലയാളികളുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് വണ്ടി തരാം. അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ധൈര്യമായിട്ട് എടുക്കാം. എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടികളാണ്. നിങ്ങൾക്ക് ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരുപാട് വണ്ടികളുണ്ട്. ഇബ്രാഹിം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിനേക്കാളും അടിപൊളി, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിനേക്കാളും മാക്സിമം വില കുറച്ച് കൊടുക്കൂല? തീർച്ചയായിട്ടും. ഇത് നമുക്ക് ഓണം പൊളിക്കും. നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് എനിക്ക് തന്നിരിക്കും. ഉറപ്പല്ലേ? വന്നോ, എല്ലായിടത്തും വന്നോളൂ, കേരളത്തിന്റെ എല്ലായിടത്തും വന്നോളൂ. അതെ, ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. ഞാൻ പറയുന്നതിന് മൂപ്പര് നല്ല എനർജിയിലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വില കുറച്ചിട്ട് അത് കോൺഫിഡൻസോട് കൂടി തന്നെ പറയുന്നതിന്റെ കാരണം അത്രയും വില കുറച്ചാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഈ വണ്ടികൾ നിങ്ങൾക്ക് മിസ്സായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം തന്നെ ആയിരിക്കും അല്ലേ? അത് ധൈര്യമായിട്ട് പറയാം അല്ലേ? തീർച്ചയായിട്ടും. അത്രയും നല്ല പ്രൈസ് തന്നെ ഇട്ടുള്ള ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ കഥ പറഞ്ഞ് നീട്ടുന്നില്ല. ഒരുപാട് വണ്ടികൾ കാണിക്കാണ്ട് എല്ലാം ഒന്ന് കാണിച്ചു തരാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ അപ്ഡേഷൻസ് അറിയാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ആ സൈഡിൽ നിന്ന് മൈക്കിൽ നിന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. വേമ്പ പോയിട്ട് വരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി നിസാൻ മൈക്ര അല്ലേ? നിസാൻ മൈക്ര പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അടിപൊളി. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഫ്രണ്ട് 2 പുത്തൻ ടയർ ഇട്ടിട്ടുള്ളൂ, ഓടിയിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? അതെ. ഇത് മോഡൽ ഏതാ? 17 മോഡൽ, 2017 ആണ്. 17 CVT ഓട്ടോമാറ്റിക് വണ്ടിയാണ് ആലോചിക്കണം കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇത് ശരിക്കും XL ആണെന്ന് തോന്നുന്നു അല്ലേ? XL ആണ്. അതായത് ബട്ടൺ സ്റ്റാർട്ട് വരില്ല, ബാക്കി ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും. 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്കും എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ? ഒന്നുമില്ല. ഫുൾ കമ്പനിയാണ്. സർവീസ് ഉണ്ട്. ഇത് ഓടിയത് എത്രയാ കിലോമീറ്റർ? 70 ഓടിയിട്ടുണ്ട്. അതിന്റെ ഹിസ്റ്ററി കൊടുക്കാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും. നോക്കിയതാണ്, എല്ലാം കറക്റ്റ് ആണ്. ജെന്യൂൻ കസ്റ്റമറാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്ലീൻ വണ്ടി അല്ലേ? സിംഗിൾ ഓണർ വേണം. അതെ അല്ലേ? അത്യാവശ്യം നല്ല വൃത്തിയുണ്ടോ? കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റിൽ കിട്ടുകയും ചെയ്യും. ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 4,50,000 ചോദിക്കണം. 4.5 കുറയോ? കുറക്കും, കുറച്ച് തരാം. മാക്സിമം കുറച്ച് തരാം. കുറച്ച് കൊടുക്കും അല്ലേ? മാക്സിമം കുറച്ച് തരും. അതാണ് ആ ഒരു മനസ്സാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ച് തരാം, വേണമെങ്കിൽ കുറച്ച് തരാം, എത്ര വേണമെങ്കിൽ കുറച്ച് തരാം, ആ ഒരു മൈൻഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്നോളൂ, വണ്ടിൻ്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം റേറ്റിൻ്റെ കാര്യത്തിൽ ഒരു വിഷയം ഉണ്ടാവില്ല, കുറച്ച് തരും. ഇനി ഇതാ എറ്റിയോസ് ക്രോസ് ആണെങ്കിലോ? ക്രോസ് 2015 മോഡലാണ്. 15 ആണ്. 15 എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഓടിക്കണത് 50,000 കിലോമീറ്റർ. 50,000 ഓടിയിട്ടുള്ളൂ. ഓ, ഇത് 50 ഓടിയിട്ടുള്ളൂ. എറ്റിയോസ് ക്രോസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വരുന്ന വണ്ടിയാണ്. അതായത് ക്രോസ് എല്ലാത്തിലും ഉണ്ട്, പോളോയിലുണ്ട്, i20 എല്ലാത്തിലും വരുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഒന്നാണ്. ഇത് മോഡൽ വന്നിട്ട് 15 മോഡലാണ്. 15 ആണ്. 2015 ആണ്. വേറെ എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു വിഷയമില്ല. കമ്പനി സർവീസ് അല്ല, ഇവർ കാര്യങ്ങൾ കമ്പനി വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ എല്ലാം വരും. ക്യാമറ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എറ്റിയോസിൽ ആകെ ഇഷ്ടമുള്ളൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. അത് സത്യം പറഞ്ഞാൽ എനിക്ക് എറ്റിയോസിന്റെ ആ ഡിസൈൻ അത്ര ഇഷ്ടം പോരാ. പക്ഷെ ഇത് നൈസാണ് കേട്ടോ. അതൊരു സ്പെഷ്യൽ സാധനം തന്നെയാണ് അല്ലേ? ഒന്ന് പോളിഷ് ഒക്കെ ചെയ്താൽ നല്ല അടിപൊളിയാവും. അടിപൊളി വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓടിയത് എത്രയാ? കിലോമീറ്റർ 50 ആയിട്ടുള്ളൂ അല്ലേ? അതാണ് ഹൈലൈറ്റ് കേട്ടോ. ഡീസൽ അല്ലേ ഇത്? ഡീസൽ അല്ല, പെട്രോൾ ആണ്. അതാണ് ചോദ്യം വരുന്നത്. കാരണം ഡീസൽ ഓട്ടത്തിനും കുറവ് വന്നത് അല്ലേ? ഡീസൽ ആണെങ്കിൽ ഒരു 25 കിലോമീറ്റർ മൈലേജ് കിട്ടിയാണ്. പെട്രോൾ ആകുമ്പോൾ ഒരു 10 കിലോമീറ്റർ പറയും 15 കിട്ടും. 10 മുതൽ 15 ഉള്ളിൽ അത്രേ കിട്ടുള്ളൂ കേട്ടോ. എന്തായാലും ഒരു ആക്സിഡന്റില്ല, റീപ്ലേസ്മെന്റില്ല, ക്ലീൻ വണ്ടി. 50,000 കിലോമീറ്റർ ഓടിയതിന്റെ വിലയോ? 490 ചോദിക്കണേ. 15 വണ്ടി. അത് നമുക്ക് എന്തെങ്കിലും മാക്സിമം കുറച്ച് അറേഞ്ച് ചെയ്യും. ലോൺ 4 lakhs ലോണും കൊടുക്കും. 4 lakh ലോണും കിട്ടും. അപ്പോൾ ഒരു 90,000 ഉള്ളിൽ കൊണ്ടുവരണം അല്ലേ? ഉള്ളിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ഡാറ്റ്സൺ റെഡിഗോ ആണെങ്കിലോ? വീണ്ടും ഓട്ടോമാറ്റിക്. വളരെ ലോ ബഡ്ജറ്റിലുള്ള ഓട്ടോമാറ്റിക്. ഫ്രണ്ടിൽ 2 ടയർ, കടും പുത്തൻ ടയർ ഇട്ടിട്ട് ഓടിച്ചിട്ടില്ല. ഫ്രണ്ടിൽ 2 ഉള്ളൂ അല്ലേ? ഏകദേശം. മറ്റേതൊരു 50% ബാക്കിലും ഉണ്ട്. ഇത് ശരിക്കും മോഡൽ ഏതാ? ഇത് മോഡൽ 18 മോഡലാണ്. 2018 ആണ്. 18 ശരിക്കും ഇത് ഓടിയത് എത്രയാ?
40,000 ഓടിയിട്ടുള്ളൂ. 40,000 ഓടിയിട്ടുള്ളൂ. കമ്പനി വന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഉണ്ട്, ഒന്നും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. സ്റ്റോക്ക് വണ്ടിയാണ്. AMT ഗിയർ ബോക്സ് വരും. എക്സാക്ട് കിലോമീറ്റർ 42,236 അല്ലേ? കറക്റ്റ് കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക വണ്ടി അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും നമുക്കിത്? വെറും 3 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്ക് 2018 വണ്ടി അല്ലേ? അത് 40,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് ആണെന്ന് ആലോചിക്കണം. AMT വരും. നല്ല മൈലേജ് കിട്ടും. അത് ഒരു ഹൈലൈറ്റ് തന്നെയാണ്. നമ്മൾ കിഡൊക്കെ പോലെ ഒരു 18-20 മൈലേജ് കിട്ടണം വേണ്ടി അല്ലേ? എന്തായാലും മോശമൊന്നുമില്ലല്ലോ, പക്കല്ലേ? പക്ക വണ്ടി. ഓക്കെ, കോൺടാക്ട് ചെയ്തോളൂ. ഇക്കാരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. മാക്സിമം കുറച്ച് തരും. 3 ലക്ഷം രൂപേന്റെ ഉള്ളിൽ തരും കേട്ടോ. ലോൺ വേണമെങ്കിൽ ഫുൾ ലോണും കൊടുക്കും. ഫുൾ ലോണും കൊടുക്കും അല്ലേ? അത് എന്തായാലും കൊള്ളാട്ടോ. ഇനി SR ആണെങ്കിലോ? SR വെറും 1,50,000 രൂപ. മോഡലോ? 10 മോഡൽ. 2010 മോഡൽ 1,50,000 ഇച്ചിരി കൂടുതലല്ലേ? കൂടുതലാണെങ്കിൽ കുറച്ച് കൊടുക്കും. 1,400 കൊടുക്കും. അതാണ് കേട്ടോ. അതായത് 2010 മോഡല് ഏതാ വേരിയന്റ്? VXI ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള നല്ല ക്ലീൻ വണ്ടിയാണ്. 2010 അപേക്ഷ 1.5 എന്നൊക്കെ പറഞ്ഞപ്പോൾ വില കൂടുതലാണ്. ഓഫ് കോഴ്സ് കൂടുതലാണ്. 1.4 കൊടുക്കും. അതിൽ കുറയോ? അതിലും കുറക്കും. 1,15,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാം. വലിയ സ്നേഹമുള്ള മനുഷ്യനാണ്. ഒന്നുകൂടി ചോദിച്ചു നോക്കുക, ചിലപ്പോൾ അതിലും കുറയും. മാക്സിമം അതെ കുറയ്ക്കാൻ പറ്റുന്നതിന്റെ അങ്ങേ അറ്റം നിങ്ങൾക്ക് കുറച്ച് തരും. അതെന്തായാലും ഗ്യാരണ്ടിയാണ്. 1,00,000 മുഖ്യം. അതെ, നമ്പർ കൂട്ടുക, അത്രേ ഉള്ളൂ. ലാഭം കുറയ്ക്കുക. തീർച്ചയായും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലാഭം വന്നോളൂ. അതാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിയാൽ 2010 വണ്ടി VXI പെട്രോൾ. ഈ കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ നമ്മള്. കിലോമീറ്റർ ഓടിക്കണം 1 lakh അല്ലേ? 1.15 ഇപ്പൊ പറയുന്നത്. എന്തെങ്കിലും കുറയാണ്ടേ കുറച്ച് തരും. ലോൺ കയറ്റാൻ പറ്റുകയാണെങ്കിൽ കയറി തരും. ഇനി ഇതാ നീല കളർ നല്ല അടിപൊളി ഓട്ടോമാറ്റിക് അല്ലേ? ഇത് മോഡൽ ഏതാ? 2019 മോഡൽ രജിസ്ട്രേഷൻ. 19-20 VXI ഓട്ടോ അല്ല VXI പ്ലസ് എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഇത് അലോവിയിലൊക്കെ ഉണ്ടല്ലോ. ചെയ്താണ് കമ്പനി തന്നെ. അത് കമ്പനി വരുന്നല്ലോ. അല്ല, കമ്പനി വരില്ലല്ലോ. ഷോറൂമിൽ തന്നെ എക്സ്ട്രാ ചെയ്താണ്. ഓക്കെ, അല്ല ഞാൻ ചോദിക്കുന്നത് ഈ വേരിയന്റ് വണ്ടിയിൽ അലോവിയിൽ ഇല്ലല്ലോ, വരുന്നില്ല. ഓക്കെ, മ്യൂസിക് സിസ്റ്റം ഉണ്ട്, എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 door പവർ വിൻഡോ, ഓട്ടോമാറ്റിക് ആണ്. അതെ. ഓടിയത് 40,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, 20 അതെ. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഏത് നാട്ടിൽ കൂടി വണ്ടി കൊണ്ടുപോയി ഇതാ മറ്റേ മെനാട്ടവന്റെ വണ്ടിയാന്ന് ചിലപ്പോൾ പറയും. നല്ലവനാണെങ്കിൽ ഇതാ നല്ലവന്റെ വണ്ടിയാണെന്ന് പറയും. അതാണ് അതിന്റെ ഒരു ഗുണം. ഒരു റീപ്ലേസും ഇല്ലല്ലോ. ഓക്കെ, 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 19-20 വണ്ടി. എത്രയ്ക്ക് കൊടുക്കാം? 4,77,000 രൂപ കൊടുക്കാം. അതും എന്തെങ്കിലുമൊക്കെ വിട്ടുവെച്ച് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും കയറും. 4 ലക്ഷം സുഖമായിട്ട് ലോൺ കയറില്ലേ? 74,000 കയറും. 4,000 കയറും അല്ലേ? അതെ. പിന്നെ മോഡലും ഉണ്ടല്ലോ. പൊന്മാനും ആണല്ലോ. 75 രൂപന്റെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവന്ന് എടുത്തോണ്ട് പോവാ കേട്ടോ. ഇനി ഇതാ ഒരു ആക്റ്റീവും കൂടി. നിസാൻ മൈക്രാന്റെ നമ്മൾ ഫസ്റ്റ് കാണിച്ചതിന്റെ സെയിം സാധനം ആക്റ്റീവ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. പെട്രോൾ ആണ്, മാനുവലാണ്. വേരിയന്റ് ഏതാ? വേരിയന്റ് വരുന്നത് എക്സൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. അതായത് ഇതിന് ശരിക്കും പറഞ്ഞാൽ AC പവർ സ്റ്റിയറിംഗ്, 2 door പവർ വിൻഡോ വരുള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. അതായത് സെൻട്രൽ ലോക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല കിടിലൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ മോശമൊന്നുമില്ല. ഇത് പെട്രോളിൽ എന്തായാലും സ്വിഫ്റ്റിന്റെ ഒക്കെ മൈലേജ് കിട്ടും. 12 മുതൽ 15 വരെ അല്ലേ? പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും. അതാണ് ഇതിന്റെ ഒരു ഗുണം. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓട്ടം 60. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് ക്ലീൻ വണ്ടിയാണ്. മോഡൽ ഏതെന്ന് 17 മോഡൽ അല്ലേ? എത്രയ്ക്ക് കൊടുക്കാം? നമുക്കിത് 3,50,000 കൊടുത്തേക്കാം. 3.5 ലക്ഷം രൂപ. പിന്നെ എന്തെങ്കിലും നമുക്ക് മാസ്റ്റർ കസ്റ്റമർ ആണെങ്കിൽ ഞാൻ വീണ്ടും കുറച്ച് കൊടുക്കും. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ തന്നേക്കുന്നത്. അതെ, അത് നമ്മൾ തരുന്നല്ല, നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെയും നിങ്ങളെയും വിശ്വസിച്ച് വരുന്ന ഒരുപാടധികം ആൾക്കാരുണ്ട്. ഇനിയും ഒരുപാടധികം ആൾക്കാർ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നതൊക്കെ. അപ്പൊ അവർക്ക് ഏറ്റവും, അതായത് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് നിങ്ങൾക്ക് കച്ചവടം ഉണ്ടാക്കുന്നതിലുപരി നമ്മുടെ ആൾക്കാർക്ക് കൂടുതൽ വണ്ടി നല്ല റേറ്റിൽ കിട്ടുക എന്നുള്ളതാണ്. അതിനോടൊപ്പം വാഴ നനയുമ്പോൾ ചീരം നനയട്ടെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ അങ്ങ് പോട്ടെ അല്ലേ? ഓക്കെ, അപ്പൊ മാക്സിമം കുറച്ച് കൊടുക്കണം. എല്ലാവരും നിങ്ങളുടെ അടുത്ത് വരും, അത് ഉറപ്പാണ്. ഇനി അതേപോലെ തന്നെ ക്രൂസ് ആണെങ്കിലോ? ക്രൂസ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2010 മോഡലാണ്. 10. അതായത് വണ്ടി ഇറങ്ങിയപ്പോ ഇതൊരു ഡീസൽ മിസൈൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിന്റെ പരസ്യം തന്നെ അല്ലേ? നമ്മുടെ എല്ലാവരും മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അതായത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു സ്വപ്നമായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അതെ അല്ലേ? ഞാനിത് കാണാൻ തുടങ്ങിയ കാലം മുതൽ, അത് ഞാൻ ആദ്യമായിട്ട് ഇത് ഓടിച്ച കാലം മുതൽ എനിക്കും വളരെ ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഈ പാച്ചിന്റെ ഒക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ക്രൂസിന്റെ കാര്യം പറയുമ്പോൾ ഈ 2010 അന്ന് BM-ഉം ബെൻസൊക്കെ ഇതിന്റെ മുമ്പിൽ ഒരു 2 അടി മാറി തൊഴുതു നിന്ന സമയം ഉണ്ടായിരുന്നു അല്ലേ? കാരണം അത്രയധികം ഫീച്ചേഴ്സോട് കൂടി സൺറൂഫ് അടക്കം അല്ലേ? ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി അന്ന് ശരിക്കും പറഞ്ഞാൽ വേറെ ഇല്ലായിരുന്നു. ഈ ഷെവർലെ ഒന്ന് നിർത്തിപ്പോയില്ലെങ്കിൽ ഇന്നും നല്ല മുൻനിരയിൽ നിൽക്കേണ്ട ഒരു സാധനമായിരുന്നു കേട്ടോ ഇത്. തീർച്ചയായിട്ടും എന്തൊക്കെ പറഞ്ഞാലും നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ല എല്ലാം കൊണ്ടും നല്ലൊരു വണ്ടി അല്ലേ? കമ്പനി നിർത്തിപ്പോയത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഇതിനുള്ളൂ. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്യണ്ടോ. ഇത് കുറച്ച് പഴയ വണ്ടിയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കണം. 2010 മോഡലാണ്. ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് മാറി ചെയ്താണ് അല്ലേ?
വേറെ അപാകതകൾ എന്തെങ്കിലും ഇല്ല. ഇപ്പൊ നിലവില് എല്ലാ കംപ്ലൈന്റും തീർത്ത് പക്കയായിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. അതെ, ഒരു പ്രശ്നമില്ല, ഒരു പക്കയാണ്. പിന്നെ ഓട്ടോമാറ്റിക് ആണ്. ഒരു 12 ഒക്കെ മൈലേജ് പ്രതീക്ഷിച്ചത്. പക്ഷെ 100 മിസൈല് പോകണം പോലെ പോകാം അല്ലേ? അതെ, എത്രയ്ക്ക് കൊടുക്കാം? 2.25 രൂപ കൊടുക്കാം. 2.25. 2,70,000 രൂപയ്ക്ക് എടുത്തോണ്ട് കിലോമീറ്റർ എത്ര കാണിക്കുന്നത്? കിലോമീറ്റർ 1 lakh അല്ലേ? ജനുവിനാണോ ഒന്നും ഒരു ഉറപ്പില്ല, പറയുന്നില്ല, നോക്കിയിട്ട് മാത്രം എടുക്കുക അല്ലേ? കണ്ടീഷൻ നോക്കിയിട്ട് മാത്രം എടുക്കുക. 2,70,000 രൂപ ലോൺ കയറില്ല. ഇനി അടുത്തതായിട്ട് ഒരു വാഗണർ 2014 മോഡലാണ്. 14 ആണ്. ഏകദേശം ഫ്രണ്ട് 2 ടയർ പുത്തൻ ടയർ ഉണ്ട്, ബാക്കിൽ ആവറേജ് ആണ്. ഇത് LXയോ VXയോ? ഇത് VXI ആണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാ സാധനവും വരും. ബാക്ക് വൈപ്പർ അടക്കം അല്ലേ? റിമോട്ടിൽ കീ ലോക്ക് എല്ലാം വരും. മോഡലേക്കാ പറഞ്ഞ 2014 ആണ്. 14 അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ബോഡി ക്വാളിറ്റി ഒക്കെ ഒരു ഗോൾഡൻ ഷെയ്ഡ് വണ്ടിയാണ്. പിന്നെ സീറ്റ് കവർ കാര്യങ്ങൾ മോശമില്ല, നല്ല അത്യാവശ്യം വൃത്തിയുണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്ക വണ്ടിയാണ്. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല, പക്ക. ഓട്ടം വരുന്നത് 80 ഓടിയിട്ടുണ്ട്. വലിയൊരു ഓട്ടം ഒന്നും പറയാനില്ല അല്ലേ? 14 അല്ലേ? എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 3.5 രൂപയാണ് ചോദിക്കണത്. എന്തായാലും നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. തീർച്ചയായിട്ടും മാക്സിമം കുറയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം തന്നെ കുറയ്ക്കും. വെറുതെ 5 or 10 ഞഞ്ഞ കളിയല്ല. അതെ, ഓണത്തിന് അടിച്ച് പൊളിക്കാട്ടെ. ഇതെന്തായാലും ഇവിടെ ഇപ്പൊ നമ്മൾ ഇതിനു മുമ്പ് നമ്മളൊരു എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്, അത് കാണാൻ മറക്കരുത്. അതിൻ്റെ അകത്ത് ഇതിലും വില കുറച്ച് ഒരുപാട് വണ്ടികളുണ്ട്. ഇനി വേറെ കുറേ എണ്ണം കാണിക്കാണ്ട് അതും കുറേ വില കുറഞ്ഞ വണ്ടികൾ തന്നെയാണ്. 3,50,000 കുറയും, കുറച്ച് കൊടുക്കാം, മാക്സിമം ലോൺ കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ i20 നല്ല റെഡ് കളർ, നല്ല കിഡിലൻ സാധനം. ഇതാണെങ്കിലോ? ഇത് 14 മോഡൽ 5 രജിസ്ട്രേഷൻ ആണ്. 14-15 വണ്ടി. ഇത് സ്പോർട്സ് ആണ് അല്ലേ? അതായത് ഇതിൻ്റെ അകത്ത് നമ്മുടെ കീ അടക്കം ഉണ്ട് കേട്ടോ, അതായത് നമ്മുടെ സ്പെയർ കീ അടക്കം ഉണ്ട്. ഇത് ഓടിയത് എത്രയാ? ഇത് 50 ഓടിയിട്ടുള്ളൂ. പെട്രോള് 14-15 എന്ന് പറയുമ്പോൾ ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടിയാണ് കേട്ടോ ഇത്. അതും റെഡ് കളർ വണ്ടിയാണ്, നല്ല നീറ്റ് ബോഡി ക്വാളിറ്റി. അതെ, ഒരു കുറ്റം പറയാനില്ല. ഇത്രയും പഴയ വണ്ടിയാണെന്ന് പറഞ്ഞാൽ പോലും ഇതിന് ഇത്രയും വൃത്തി ഉണ്ടല്ലേ? നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതെ, AC പിന്നെ ഞങ്ങളുടെ രജിസ്ട്രേഷൻ കൂടിയാണ്, അതിന്റെ ഗുണമാണ്. ഞങ്ങളുടെ രജിസ്ട്രേഷനുള്ള വണ്ടി ശ്രദ്ധിച്ചെങ്കിൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കും അല്ലേ? അത് എന്താ പറയാ, കാശുള്ളമാരുടെ കയ്യിൽ പിന്നെ വണ്ടി നന്നാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തന്നെ കാശുള്ള ടീംസിന്റെ ഏരിയ ആണ്, അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതായത് ടയർ ഭാഗങ്ങളുണ്ട്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററിയും കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒരു ഒന്നുമില്ല, പക്ക വണ്ടി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് പറഞ്ഞാൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റീരിയർ കണ്ടറിയാം കേട്ടോ. ആ സീറ്റിലൊന്നും ഒരു പൊടി പോലും ഇല്ല, അഴുക്കോ ഒന്നുമില്ല അല്ലെ? അതെ. എന്ത് വിലക്ക് കൊടുക്കും? നമുക്ക് 460 ഞാൻ ചോദിക്കണേ. അത് കുറച്ച് കുറക്കാനെല്ലാം ഇരിക്കണേ, കുറച്ചിരിക്കും. അതെ, എന്നാലും ഏകദേശം നമുക്ക് ഒരു റേറ്റ് പറയാം. 4 രൂപ കണ്ടു കൊടുത്തേക്കാം. 4 രൂപയ്ക്ക് അതിൽ പറയോ? അതിൽ പറയാൻ ഇച്ചിരി പ്രയാസം, കാരണം നല്ല വണ്ടി എത്ര നല്ല ക്വാളിറ്റി ആണെങ്കിലും മാക്സിമം റേറ്റ് കൊടുത്ത് എടുത്താണ് അല്ലേ? 4 ലക്ഷം രൂപ ഞാൻ ലോൺ തരാം, ധൈര്യമായിട്ട് പോരും. അതെ, ഒരു 50,000 രൂപേന്റെ ഉള്ളിൽ കയ്യിൽ വെച്ച് വരിക. എന്നിരുന്നാലും നിങ്ങൾക്ക് പറച്ചിലൊക്കെ പറഞ്ഞാലും ഇവിടെ വരിക, വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ എടുക്കുന്ന കണ്ടാൽ ഒരൊറ്റ കുറക്കിൽ വീണ്ടും കുറയ്ക്കും, നിങ്ങളെ സന്തോഷിപ്പിച്ച് വിടുള്ളൂ അല്ലേ? അപ്പൊ എന്റെ മനസ്സ് വീണ്ടും വലിയും. അതെ, ഭയങ്കര ലോണാണ്. പിന്നെ 2014-15 ക്ലീൻ പീസ് വണ്ടി, 50,000 ഓടിയത്, സ്പോർട്സ് 4,50,000 രൂപ. 4 ലക്ഷം രൂപ ലോൺ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഈ ബലേനോ ആണെങ്കിലോ? ബലേനോ ഇത് ഓട്ടോമാറ്റിക് തന്നെയാണ്. ഓട്ടോമാറ്റിക് ആണ്. മോഡൽ 17 അല്ലേ? എനിക്ക് തോന്നുന്നു 17 ഡെൽറ്റയാണ് വേരിയന്റ്. എന്നാലും ഷോറൂമിൽ തന്നെ അലവിലും കാര്യങ്ങളൊക്കെ കമ്പനി അലവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. DRL ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെ, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഇത് CVT വരിക. 17 CVT അല്ലേ വരുന്നത്? AMT ആണ് വരുന്നത്. AMTയും ATയും വരുന്നുണ്ട് അല്ലേ? ഇല്ല, ഇപ്പൊ ഫുൾ AMT തന്നെ മാറിയത്. മൈലേജ് ഒക്കെ കൂട്ടാൻ വേണ്ടിയായിരിക്കും. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 10 കിലോമീറ്റർ 12 കിലോമീറ്റർ ഒക്കെ മൈലേജ് 14-15 മാക്സിമം. അതായത് ഹൈവേയിലൊക്കെ നിങ്ങൾക്ക് ഒരു 15 വരെ കിട്ടും. ഞാൻ പറയുന്നത് എപ്പോഴും ട്രാഫിക് ആണല്ലോ നമ്മൾ പറയേണ്ടത്. പിന്നെ മറ്റേ ലാഗ് ഉണ്ടാവില്ല. അതെ, പക്കായിട്ട് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് ഓട്ടോമാറ്റിക് ഓടിക്കുകയാണെങ്കിൽ ഒന്നേ CVT ഓടിക്കണം, അല്ലെ DSG ഓടിക്കണം, അല്ലെ ടോർക്ക് കൺവെർട്ടർ ഓടിക്കണം. എന്നാലേ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുള്ളൂ. മറ്റേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കുത്തലുണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ പറന്നോളൂ കേട്ടോ. പെട്രോളില് അപാകതകളൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് ആണ്, ഫുൾ കമ്പനി 17 40,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ തന്നെയാണ്. ഓഫ് കോഴ്സ് മൈലേജ് കുറവായതുകൊണ്ട് കുറച്ചേ ഓടുള്ളൂ. ഒരു അപാകതയില്ല, പക്ക വണ്ടി. എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 6,25,000 രൂപ കൊടുക്കാം. 6,25. 6,500 ഞാൻ ചോദിക്കണം. ഞാൻ 6,400 കൊടുക്കും. 6,400 കൊടുക്കും. അതിലും എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമെങ്കിൽ സന്തോഷത്തിന്റെ പേരിൽ ഓണത്തിന് കുറച്ച് തരും. നല്ല ലോ കിലോമീറ്റർ വണ്ടിയും കൂടി. അതെ, ധൈര്യപ്പെട്ട് പോകുന്നു. പിന്നെ നമ്മൾ ഇതിനകത്ത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? ആദ്യം തന്നെ ഇൻട്രോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ റോഡ് പണിയും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് പൊടി കൊണ്ട് ഒരു രക്ഷയില്ല. ഇപ്പൊ ഒരു 5 മിനിറ്റ് മുമ്പ് തുടച്ചിട്ട് പോയുള്ളവര് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ്. ഇപ്പൊ നിലവിൽ ഇപ്പൊ അങ്ങോട്ട് പോയി നോക്കിയാൽ വീണ്ടും അത് മുഴുവൻ പൊടിയായിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ വണ്ടിന്റെ ഈ ഒരു പൊടിയിലെ ഒരു മങ്ങലൊന്നും നിങ്ങൾ നോക്കുക വേണ്ട.
തരുമ്പോ നല്ല ഇങ്ങനെ വെട്ടി തിളങ്ങും അല്ലേ? തീർച്ചയായിട്ടും നല്ല പോളിഷ് ഒക്കെ ചെയ്ത് നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടാവും. അതെ, 6.5 ലക്ഷം രൂപയ്ക്ക് 2017 ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഒരു ടിയാഗോ ഏതാ മോഡൽ? 18 മോഡലാണ്. 18 മാനുവൽ അല്ലേ? XT ആണോ? XE ബേസ് മോഡലാണ്. XE എന്ന് പറയുമ്പോൾ ബേസ് ആണ് കേട്ടോ. അതായത് സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. 4 ടയറും ഏകദേശം ഒരു 90% തന്നെ പറയാം അല്ലേ? അതെ. പിന്നെ ഇതിൽ പവർ വിൻഡോസ് 2 ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ പവർ വിൻഡോ ഇല്ല. ശരിക്കും 4 പവർ വിൻഡോയും ഉണ്ടാവില്ല. 2 ചെയ്തിട്ടുണ്ട്. ഇത് മോഡൽ ഏതാണ്? 18 മോഡലാണ്. 18 ഓട്ടം വന്നിട്ട് 70 ഓടിയിട്ടുണ്ട്. 70 ഓടിയുണ്ട്. അത്യാവശ്യം ഓടിയുണ്ട് അല്ലേ? അതെ. വണ്ടിയിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതെ അതെ. നല്ല സൂപ്പർ റെഡ് കളറാണ്. കമ്പനി സീറ്റ് കവർ ആണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഒന്നും റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നും റീപ്ലേസ് ഇല്ല. എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 350 കൊടുത്തേക്കാം. 3.5 ലക്ഷം രൂപയ്ക്ക് 18 വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. 3.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് 2018. അത് ബേസ് വേരിയന്റ് ആയതുകൊണ്ടാണ് കുറച്ച് വില കുറയുന്നത്. ഈ 3.5 എന്തെങ്കിലും കുറയാണ്ടോ? കുറയ്ക്കുമല്ലോ. ചോദിക്കേണ്ട കാര്യമുണ്ടോ അല്ലേ? ഓക്കെ, എല്ലാ വണ്ടിക്കും കുറച്ച് വരും. അപ്പോൾ എന്തായാലും ഒരു 3.5 ഉള്ളിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. ഒരു രൂപ പോലും മുടക്കണ്ട. വേണമെങ്കിൽ ഒരു 10-50 അങ്ങോട്ട് തരുകയും ചെയ്യാം അല്ലേ? കൊടുക്കൂലേ? എനിക്ക് കൊണ്ടുവരും, ഇല്ലെങ്കിൽ കൊണ്ടുവരില്ല. അതെ, നോക്കിക്കോളൂ കേട്ടോ. ഇനി ഇതാ ഐട്ടൺ ആണെങ്കിലോ? ഐട്ടൻ്റെ വെല്ലിക്ക, അതായത് എക്സെന്റ് ആണല്ലേ? എക്സെന്റ് ആണ്. ഇതിന്റെ കൂടെ ഫോണും ഫ്രീ ആണെന്ന് തോന്നുന്നില്ല നിങ്ങളുടെ ഫോണാണ്. ഓക്കെ, ഇത് ശരിക്കും മോഡൽ ഏതാ? ഇത് മോഡൽ 14 മോഡലാണ്. 14, പക്ഷേ ഫുൾ ഓപ്ഷൻ ആണ്. SX ഓപ്ഷൻ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. അടിപൊളി. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? അതെ, എല്ലാ ഫീച്ചേഴ്സും വരും. ഈ എക്സെന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ SX എന്നാണ് പറയുക. ലൈക്ക് നമ്മുടെ ക്രെറ്റയിലൊക്കെ പറയുന്ന പോലെ SX ഓപ്ഷനിലാണ് അല്ലേ? അതെ, ഓപ്ഷനിലല്ല, SX അല്ലേ? SX ഓപ്ഷൻ ആണ്. ഫുൾ ബട്ടൺ സ്റ്റാർട്ട്, 4 എയർ ബാഗ് വരും, 4 എയർ ബാഗ് വരും, 4 ഡോർ പവർ വിൻഡോസ്, എല്ലാ സാധനവും വരും. അതെ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വരുമ്പോൾ എനിക്ക് 80 അല്ലേ വരിക? 80. ഓടിയത് 60,000 കിലോമീറ്റർ. 60,000. മോഡൽ ഏതായിരുന്നു പറഞ്ഞാൽ? മോഡൽ 14 അല്ലേ? 14 വണ്ടി കേട്ടോ. പക്ഷെ എന്നിരുന്നത് നല്ല വൃത്തിയുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എക്സെന്റിൽ, അതായത് ഈ ഒരു ഷേപ്പിൽ വന്ന എക്സെന്റിലെ ഫസ്റ്റ് വണ്ടി അല്ലേ? അതെ. ഡിക്കി വരുന്ന ഐട്ടൺ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ എന്തില് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 4 ലക്ഷം രൂപയാണ് ചോദിക്കണം. 4 ലക്ഷം രൂപ 14 വണ്ടി. കുറയോ? കുറക്കാം, മാക്സിമം കുറക്കാം. വന്നോളൂ, പോന്നോളൂ. മാക്സിമം ലോൺ കൊടുക്കാം. അതെ, വന്നോളൂ, എടുത്തോളൂ. അതാണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട് വണ്ടി, കാര്യമായ പ്രശ്നങ്ങളൊന്നും. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ വരുമ്പോൾ ഷോറൂമിൽ കൊണ്ടുപോവുക, വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുക, ചെക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഒക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് എടുത്താൽ മതി. അതെ, നമ്മുടെ ഒരു 6 മാസം ഗ്യാരണ്ടി ഞാൻ എന്താ അങ്ങനെ അതുണ്ടോ? അത് കൊടുക്കും. അതെങ്ങനെ കൊടുക്കും? അതൊരു 6 മാസം എല്ലാം വണ്ടിക്കും കൊടുക്കും ഞാൻ. അത് ധൈര്യത്തിന്റെ പേരിൽ. അതെ, വിശ്വാസം വേണമല്ലോ. അതെ, അത് വാറണ്ടി ഒന്നും ഇവരിവിടെ ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോയി അതാണ് നമ്മൾ സന്തോഷം. വിൽക്കുന്ന ഒരു മുതലിനോടുള്ള നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്. ഞാൻ എടുത്തു വെച്ച സാധനം പക്കയാണ്, ഞാൻ കൊടുത്ത ഒന്നും വരില്ല എന്നുള്ള കോൺഫിഡൻസ് ആണ് അല്ലേ? ധൈര്യമായിട്ട് നിങ്ങൾ വന്നോളൂ കേട്ടോ. 4 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് കൊണ്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഈ ബലേനാണെങ്കിലോ? ബലേന ഡീസലാണ്, റയർ പീസ് ആണ്. അത് റയർ പീസ്. ഡീസൽ എന്ന് പറഞ്ഞാൽ തന്നെ റയർ പീസ് ആണ്. എനിക്ക് എന്താണെന്നറിയോ? മൈലേജും കൊടുക്കും ഉറപ്പല്ലേ? 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഞാൻ ഈ എല്ലാവരും പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ ഈ ഡീസൽ വണ്ടി കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുള്ളത്. കാരണം ഡീസൽ എന്ന് പറഞ്ഞ സാധനം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡീസൽ വണ്ടി ഓടിച്ച് ശീലിച്ച ഒരാൾക്ക് പെട്രോൾ വണ്ടി കയറി ഓടിക്കാൻ പറ്റില്ല. കാരണം ചവിട്ടിയാലും നീങ്ങൂല, അതുപോലെ തന്നെ പവറും ഇല്ല, ഈ മൈലേജും കിട്ടൂല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബൈക്ക് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ച് കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. ബലേനോ ഇത് ശരിക്കും മോഡൽ ഏതാ? ഇത് 18 മോഡൽ 19 രജിസ്റ്റർ ആണ്. ഓടിയതോ? ഓടിക്കണത് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് അല്ലേ? ഇത് 50,000 ജെനുവിൻ ഫുൾ കമ്പനി സർവീസ് ഉണ്ട്, ഫുൾ ചെക്ക്ഡ് ആണ്. ഇത് ശരിക്കും ആൽഫയാ? ഇത് സെക്കൻഡ് ഓപ്ഷൻ സീറ്റ. എന്നാലും എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. എല്ലാ സാധനം ആൽഫ സീറ്റ് ആയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രൊജക്ടർ ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ അകത്ത് കീല സെന്റർ വാട്ടർ ഷാട്ട് അല്ലാണ്ട് നല്ല അടിപൊളി ഇന്റീരിയർ അലവിൽ വരുന്നുണ്ട്. അലവിലുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സീറ്റ് കവർ ഒക്കെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ. ഫ്രണ്ടിൽ 2 പുതുപുത്തൻ ടയർ ഉണ്ട് കേട്ടോ. ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്ക ഗ്യാരണ്ടി വണ്ടി. അതെ, ശരിക്കും പറഞ്ഞാൽ ഡീസൽ വണ്ടി ഇത് നിങ്ങൾ ഡീസലും പെട്രോളും രണ്ടും ഒന്ന് ഓടിച്ചു നോക്കണം. അപ്പൊ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. പവർ ടോർക്ക് അത് അങ്ങ് വലിച്ചങ്ങ് കൊണ്ടുപോകുന്നതിന്റെ ആ ഒരു സുഖം ഉണ്ടല്ലോ. ഡീസൽ വണ്ടി ഓടിച്ച് പഠിച്ചാൽ പിന്നെ പെട്രോൾ വണ്ടി ഓടിക്കാനേ തോന്നൂല. അതാണ് മെയിൻ കാര്യം. നല്ല മൈലേജ് ഉള്ള 2018 വണ്ടി. അതെ, 19 രജിസ്ട്രേഷൻ കൂടി ഉണ്ട്. എത്ര വിലക്ക് കൊടുക്കാം? നമുക്ക് 7.5 ലക്ഷം രൂപ കൊടുക്കും. 7.5 ലക്ഷം രൂപയ്ക്ക് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാണ് ഹൈലൈറ്റ്. 7.5 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ എടുത്താൽ മതി അല്ലേ? ആ ഒരു മൈൻഡ് അല്ലേ? തീർച്ചയായിട്ടും. ഇഷ്ടംപോലെ ആളില്ല. ഉറപ്പല്ലേ അല്ലേ? മാരുതി ഡീസൽ കിട്ടാനില്ല. അത് മാത്രമല്ല നമ്മളൊരു വില പറയും. അതിപ്പോ നിങ്ങൾക്ക്, അതായത് ഒരു അന്യായം വില എന്നല്ല പറയുന്നത്, ന്യായമായ ഒരു വില പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. പിന്നെ എന്തെങ്കിലും കുറയ്ക്കാണ്ടേ കുറച്ചും തരും കേട്ടോ.
അത് മാത്രമല്ല ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഏത് കണ്ടീഷനിൽ വിറ്റ് പോകുന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. പക്ക റീസെയിൽ വാല്യൂ ആണ്. നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ കൊടുക്കാൻ നേരത്തെ നിങ്ങൾക്ക് യാതൊരു നഷ്ടം വരില്ല. പിന്നെ ലോ കിലോമീറ്ററുമാണ് മറന്നുകൊണ്ട. അപ്പോൾ നമ്മുടെ KL47 ന്യൂസ് കാർസിൽ ഈ എപ്പിസോഡിൽ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു 3 വണ്ടി കൂടി ഉണ്ട്, അങ്ങോട്ട് കൺസിഡർ ചെയ്യുന്നത്. ലാസ്റ്റിലെ 3ാമത്തെ വണ്ടി ഏറ്റവും പുതിയ വണ്ടി, അതെ, ബലേനോന്റെ ന്യൂ ടൈപ്പ് വണ്ടി. അതായത് ഇതിന്റെ എക്സാ ഡെലിവറി 17/8/2021, തുച്ഛമായ മാസങ്ങൾ മാത്രം പഴക്കമുള്ള വണ്ടി അല്ലേ? ഇത് ശരിക്കും അല്ല, സോറി, ഇത് ബലേനോ അല്ലേ, ഇത് ഗ്ലാൻസ അല്ലേ? ഗ്ലാൻസയാണ്, ടൊയോട്ട ആണല്ലേ? റെഡി. അപ്പൊ നമ്മുടെ KL47 ന്യൂസ് കാർസിൽ ഈ ഒരു എപ്പിസോഡ് ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല അടിപൊളി ഒരു ഗ്ലാൻസ. ക്യാമറ തോന്നും, ക്യാമറയായിട്ട് തോന്നാം അല്ലേ? പിന്നെ വേറൊരു കാര്യമുണ്ട്, അതായത് ഇത് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാ, വി ആണ്. ഇതിന്റെ ഡെലിവറിയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് 17/8/2023 തുച്ഛമായ മാസങ്ങൾ മാത്രം പഴക്കമുള്ള വണ്ടി അല്ലേ? പെട്രോൾ മാത്രമേ ഉള്ളൂ ഇതിൽ. ഓട്ടോമാറ്റിക് ആണ്. ഇത് ശരിക്കും വേരിയന്റ് വി ആണ്. ഓടിയത് എത്രയാ? ഓടിയത് 10,000 കിലോമീറ്റർ. 10,000 കിലോമീറ്റർ. ആ കമ്പനി ഇറങ്ങിയ ടയറും കാര്യങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. കില സെൻട്രി ബട്ടൺ ചാർട്ട് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും 95% ടയറും ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു പോപ്പപ്പ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. പിന്നെ ഓട്ടോമാറ്റിക് എയർ ബാഗ് വരുന്നുണ്ട്. ഇപ്പൊ റേറ്റിംഗും കൂടിയുണ്ട്, 5 സ്റ്റാർ റേറ്റിംഗിലാണ്. 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടല്ലേ? അതെ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഡിസൈൻ മാരുതി ആണെങ്കിലും ടൊയോട്ടന്റെ ഒരു ബോഡി ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും. എത്ര കോപ്പിയാന്ന് പറഞ്ഞാലും ഇത് സംഭവം ഉണ്ടാക്കി ഇരുമ്പ് ടൊയോട്ടന്റെ ആയതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല. മാരുതി പോലെ ആവില്ല എന്തായാലും. അപാകതകളൊന്നുമില്ല. അത്യാവശ്യം ക്രോം ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ. അതൊക്കെ പറിച്ചു കളഞ്ഞാൽ വണ്ടി ഒന്നുകൂടി വൃത്തിയാവും. എനിക്കതാ ഇഷ്ടം, റോബ് കാണുന്നതേ കരിയ. ഓക്കെ, എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അത് പുത്തൻ വണ്ടി, ലോ കിലോമീറ്റർ. എത്രയ്ക്ക് കൊടുക്കാം? നമ്മൾ 10,4 ലക്ഷം രൂപ ചോദിക്കണം. 90 റേഞ്ചിലാണ് വില വരുന്നത് പുതിയതിന്. 1 ലക്ഷം രൂപ കുറവേ ഉള്ളൂ. 1 ലക്ഷം അല്ല, ഒരു 1.25 ലക്ഷം രൂപ കുറവ് വരുന്നുണ്ട്. 10,4 രൂപ. 10,4 ആണല്ലോ അല്ലേ? ശരിയാ. ഓക്കെ, അപ്പൊ എന്തായാലും 10,4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ഇറക്കി കൊണ്ടുപോകാം. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. ആ കാലൊക്കെ വെട്ടും നമ്മള് 10-ലൊക്കെ അല്ലേ? പുത്തൻ വണ്ടി കൊണ്ടു കൊടുക്കൂല്ലേ നിങ്ങള്? ഫോണൊക്കെ ആയിട്ട് പുതിയ വണ്ടി ഓടിക്കും. പിന്നല്ല, അതും പുതിയ ഏറ്റവും മോഡൽ കൂടിയ പുതിയ വണ്ടി. ഒരുപാട് ഫെസിലിറ്റീസ് കൂടുതൽ കിട്ടുന്ന വണ്ടി അല്ലേ? അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സ്വിഫ്റ്റും കൂടി കാണിച്ചാൽ. സ്വിഫ്റ്റിൽ ശരിക്കും നമ്മൾ എല്ലായിടത്തും തന്നെ കണ്ടിട്ടില്ലാത്തൊരു കളറാണ്, സ്പെഷ്യൽ കളറാണ് അല്ലേ? ഇത് 17 ഉഷ പറഞ്ഞതിന് മുമ്പുള്ള ലാസ്റ്റ് വണ്ടിയാണ്. അതെ. 17 ലാസ്റ്റ് വണ്ടി. 17 ലാസ്റ്റ്. പ്രത്യേകത്തിന്റെ കാര്യം, ഇവൻ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20 ഓടിയിട്ടുള്ളൂ. അതാണ് ഇവന്റെ പ്രത്യേകത. ടയർ പോലും മാറിയിട്ടില്ല. പെട്രോൾ കമ്പനി വന്ന ടയർ. പെട്രോൾ അല്ലേ? VXI. അടിപൊളി. അതായത് വെറും 20,000 കിലോമീറ്റർ ഓടിയ 2017 മോഡല് സ്വിഫ്റ്റ്. അതും ഒരു വെറൈറ്റി കളർ. ഇത് പോളിഷ് ഒക്കെ ചെയ്ത നല്ല ഗും ഉണ്ടാവും കേട്ടോ. പോളിഷ് ചെയ്തില്ലെങ്കിൽ ആകെപ്പാടെ ചാത്തൻ സീനായിരിക്കും അല്ലേ? ഇവനെ ഇന്നലെ വന്നിട്ടുള്ളവൻ. അതെ അല്ലേ? നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ നല്ല വെൽ മെയിൻറ്റൈൻഡ് ഇന്റീരിയർ ആണ് കേട്ടോ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവിധ ഫീച്ചേഴ്സും വരും, അറിയാലോ. പിന്നെ പെട്രോൾ സ്വിഫ്റ്റിൽ എന്തൊക്കെ ഉണ്ടാവും ഞാൻ പറയണ്ടല്ലോ. റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല, പക്കാ വണ്ടിയാണ്. കിലോമീറ്റർ ജെന്യുവിൻ കമ്പനിയിൽ ചെക്ക് ചെയ്താണ്. ഓക്കെ, എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 5.40 ഞാൻ ചോദിക്കണത്. അത് മാക്സിമം റേറ്റ് കൊടുത്തെടുത്ത വണ്ടിയാണ്. കാരണം ഇത് വണ്ടി 20,000 കിലോമീറ്റർ പറഞ്ഞപ്പോൾ എനിക്ക് അത് വിട്ടുപോരാൻ തോന്നിയില്ല. അതുകൊണ്ടാണ്. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടുവെച്ച് ചെയ്ത് കുറച്ച് കൊടുക്കും. ഓക്കെ, എന്തായാലും പിന്നെ വേറൊരു കാര്യം പറയട്ടെ. ഈ ഷേപ്പിൽ 17 മോഡൽ ആളുകൾക്ക് ആഗ്രഹമുള്ള ഒരു വണ്ടിയാണ്. പിന്നെ പറയാണ്ട്. അതായത് പുതിയ വണ്ടി എന്നതിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് തന്നെയാണ് ഇന്നും അന്നും മാർക്കറ്റ് ഉള്ളത് അല്ലേ? അതെന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. വെറും 20,000 ഓടിയിട്ടുള്ള ഒരു പുതിയ വണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം കുറച്ച് അധിക കാലം. ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട. 5.40 കുറയാനുള്ള കുറച്ച് തരും. ഒരു ക്രെറ്റയും കൂടി കാണിച്ചു തരാം. ഈ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടിയാണ് അല്ലേ? ഇത് ശരിക്കും ഏതൊക്കെ മോഡല്? ഇത് 2018 മോഡലാണ്. 18 ആണ്. ഇത് അന്നത്തെ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് പെട്രോൾ. അതെ, പെട്രോൾ ആണ്. അതാണ് ഒരു ചെറിയ പ്രശ്നം അല്ലേ? ഇച്ചിരി മൈലേജ് കുറവായിരിക്കും. ചില ആളുകൾക്ക് പെട്രോളാണ് ഇഷ്ടം. അല്ല, വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ വലിയ ഓട്ടോ നമ്മൾ ഡീസൽ നമുക്ക് നല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ മൈലേജ് ഇപ്പൊ വലിയ പ്രശ്നമില്ല. ഡെയിലി ഒന്നും ഓട്ടോ ഇല്ല അല്ലേ? വീട്ടിലിടാൻ വേണ്ടി പിന്നെ 100% അങ്ങനെയുള്ളവർക്ക് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ 4 എയർ ബാഗ് വരും. DRL കാര്യങ്ങളൊക്കെ വരുന്ന 6 വരില്ല, 4 എയർ ബാഗ് ഉള്ളൂ അന്ന് വരുന്നത് അല്ലേ? ഓക്കെ, അതായത് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും, മ്യൂസിക് സിസ്റ്റം വരും, കീലസ് എൻട്രി, ബട്ടൺ ചാർട്ട്, എല്ലാവിധ സാധനങ്ങളും ക്വാളിറ്റി വണ്ടിയാണ്. ബോഡി ഭാഗം നോക്കിയാലും കണ്ടാൽ തന്നെ അറിയാം. ഇന്റീരിയർ നോക്കിയാലും ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 18 അല്ലേ പറഞ്ഞേ? 18. അതായത് ഫേസ് ലിഫ്റ്റ് വരുന്നതിന് മുമ്പ് ഓടിയത് 54,000 കിലോമീറ്റർ മാത്രം അല്ലേ? ഓക്കെ, 54,000 കിലോമീറ്റർ എന്തൊക്കെ പറഞ്ഞാലും ലോ കിലോമീറ്റർ ആണ്. വലിയ ഓട്ടം ഒന്നും പറയാനില്ല. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഈ 2 സാധനം നിങ്ങളൊന്ന് മാറ്റിയാണെങ്കിൽ ഇത് ന്യൂ ഷേപ്പായി. അത്രേ ഉള്ളൂ. അത് ഒരു ബുദ്ധിമുട്ടുള്ള കേസല്ല കേട്ടോ. കൂടി പോയാൽ 20,000 രൂപ ചെലവാക്കിയാൽ സുഖമായിട്ട് മാറ്റിക്കളയാം, ന്യൂ ഷേപ്പ് ആക്കാം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ. പക്ക വണ്ടിയാണ്, ഹൈ ക്ലാസ് വണ്ടിയാണ്. അത് എനിക്ക് തോന്നുന്നത് സെറാമിക് കോട്ടിംഗ് ഉണ്ടെന്ന് വണ്ടി കണ്ടിട്ട് ഒരു വൃത്തിയല്ലേ? കാരണം ഇവിടെ പൊടി കിടന്നിട്ട് പോലും അതിനകത്ത് വലിയ പൊടി.
എന്തായാലും മോശമൊന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 90%. അതെ അതെ അതെ. റീപ്ലേസും ആക്സിഡന്റും കിലോമീറ്ററും ജെനുവിൻ ആണെങ്കിൽ പക്കയാണ് അല്ലേ? വണ്ടി ധൈര്യമായിട്ട് എടുക്കാം. പിന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, പെട്രോളും കൂടി അല്ലേ. വിലയും കൂടി കേട്ടെ. വില നമുക്ക് 9 ലക്ഷം രൂപയാണ് ചോദിക്കണത്. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ലോൺ കസ്റ്റമർ ആണെങ്കിൽ ഒരു 7,000 രൂപ ലോൺ കയറ്റി കൊടുക്കാൻ പറ്റും. വണ്ടി എന്തായാലും നല്ല ക്വാളിറ്റി വണ്ടിയാണ്, വിശ്വസിച്ചുണ്ടാവാം. 8 സംതിങ്ങിന്. ആ സംതിങ് എന്താന്ന് നിങ്ങൾ ഇവിടെ വന്നിട്ട് വണ്ടി കണ്ടിട്ട് നിങ്ങളോട് സംസാരിച്ചാൽ മതി. 8 ചില്ലറക്ക് നിങ്ങൾക്ക് വണ്ടി തരും, നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാം. മാക്സിമം നല്ല വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ. നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോട്ടോ, അതിനൊന്നും ഒരു പേടിയും പേടിക്കണ്ട. കാരണം പെട്രോൾ വണ്ടിയാണ്, ലോ കിലോമീറ്റർ ആണ്. പിന്നെ ഇവരൊക്കെ അത്രയും ഒരു 6 മാസം വാറണ്ടി വരെ ഞാൻ എന്റെ ധൈര്യത്തിൽ തരാമെന്ന് പറയുമ്പോൾ അത് വേണേൽ ഒരു എഗ്രിമെന്റിൽ എഴുതിയും കൂടി മേടിച്ചു. അപ്പൊ പ്രശ്നമില്ല. തീർച്ചയായിട്ടും ഞാൻ എഴുതി തരും. ധൈര്യത്തോടെ അല്ലേ. കസ്റ്റമർ ഹാപ്പി ആയിരിക്കണം. അത്രേ ഉള്ളൂ. വന്നിട്ടൊരു വിഷമത്തോട് കൂടി പോകാൻ പാടില്ല. പിന്നെ ഈ 5-നും 10-നും നിങ്ങൾ ആരെയും പിണക്കി വിടില്ല എന്ന് എനിക്കറിയില്ല. പൈസ അല്ല പ്രധാനം, കാര്യങ്ങൾ നടക്കട്ടെ. കൂടുതൽ കസ്റ്റമർ വരുമ്പോഴാണ് നമുക്കത് ചെറിയ ലാഭമായാലും അതെ കൂടുതൽ സെയിൽ നടക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവരെല്ലാവരും ധൈര്യമായിട്ട് പോര്. മാക്സിമം വിലക്കുറവിൽ നിങ്ങൾക്ക് എല്ലാ വണ്ടികളും ഇവിടുന്ന് എടുക്കാം കേട്ടോ. എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യാണ്, കൂടുതലൊന്നും പറയുന്നില്ല. ഇതിന് മുമ്പ് വന്ന എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ, മിസ് ചെയ്യേണ്ട. അടുത്തൊരു കിടന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. കട്ട് ചെയ്തു.